വീണ്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട് തനിക്ക് സിനിമയുടെ മാജിക് അറിയാം. ആ മാജിക്കിൽ സിനിമാ പ്രേക്ഷകരെ തളച്ചിടാനും പറ്റും. ധ്യാനം നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. നിവിൻ്റെ കോമ്പിനേഷൻ അല്ല, നിവിൻ പോളി കഴിഞ്ഞാട്ടോ. നിവിൻ പോളിയുടെ താണ്ഡവാട്ടമാണ്. തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ നഷ്ടം. വിനീത് ശ്രീനിവാസൻ്റെ ഇതുവരെ ഉള്ളതിൽ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്നുണ്ട്, പക്ഷേ ഇത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ വേസ്റ്റാണ്. നിവിൻ്റെ കോമ്പിനേഷൻ അല്ല, നിവിൻ പോളി കഴിഞ്ഞാട്ടോ. പ്രണവ് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. പ്രണവ് ഒരാളെ പോലും കുറച്ചിടാൻ പറ്റില്ല, എല്ലാവരും കിഡിലായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് നിവിൻ പോളി ഒരു രക്ഷയില്ല, അഴിച്ചു വിട്ടിട്ടുണ്ട് നിവിൻ പോളി. അമ്മാതിരി കിഡിലും പെർഫോമൻസാണ്, കിഡിലും പടം. അത് തിയേറ്ററിൽ കണ്ടില്ലെങ്കിൽ വേസ്റ്റാണ്. മൊത്തത്തിൽ കൊള്ളാം, ഭയങ്കര എസ്തെറ്റിക് ആയിരുന്നു പടം. എല്ലാ രീതിയിലും ടോട്ടൽ പാക്കേജ് ആയിരുന്നു, എല്ലാവരും കൊള്ളാം. പ്രണവ് അടിപൊളിയായിരുന്നു, ധ്യാൻ അടിപൊളിയായിരുന്നു, നിവിൻ കൊള്ളാം. ആണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും എല്ലാ ലവ് ആണെങ്കിലും പിന്നെ കോമഡി എല്ലാം ആക്ച്വലി ഉണ്ട്. ഈ സിനിമയിലുള്ളൊരു ഡയലോഗാണ് സിനിമയ്ക്കൊരു മാജിക് ഉണ്ടെന്ന്. ആ മാജിക് അറിയാവുന്നൊരു മജീഷ്യനാണ് വിനീത് ശ്രീനിവാസൻ. എന്നു പറഞ്ഞാൽ കൃത്യമായിട്ട് പ്രേക്ഷകരെ പൾസ് അറിയാം. അതുപോലെ എന്താണ് താൻ എടുക്കുന്ന സിനിമ എന്നുള്ളൊരു ഉത്തമ ബോധ്യമുണ്ട്. അത് മികച്ച രീതിയിൽ ഈ സിനിമയിൽ വന്നിട്ടുണ്ട്. അതായത് ഒരേ സമയം പ്രേക്ഷകനെ ഫീലിംഗ് ആക്കാനും പിന്നെ ചിരിപ്പിക്കാനും ഒക്കെ കഴിവുണ്ട്. അത് ഈ സിനിമയിൽ സ്പഷ്ടമായിട്ട് പ്രകടമാണ്. ഒന്നും വേണ്ട, തൻ്റെ കൂട്ടുകാരനായ നിവിൻ പോളിക്ക് ഒരു റോൾ കൊടുത്തിട്ടുണ്ട്. നിവിൻ പോളിയെ തന്നെ കളിയാക്കുകയും നിവിൻ പോളിയെ വിമർശിച്ചവരെ തിരിച്ചങ്ങോട്ട് കിടിലനായിട്ടൊരു മറുപടി കൊടുക്കുകയും ചെയ്യുന്നൊരു സീനുണ്ട് സെക്കൻഡ് ഹാഫിൽ. സ്വന്തമായിട്ട് വഴിവെട്ടി വന്നവനാടാ ഞാനെന്ന് പറഞ്ഞു. അത് ഞാൻ ഉൾപ്പെടെയുള്ള റിവ്യൂവേഴ്സ് ആയാലും സിനിമ നമ്മൾ നിവിൻ പോളിയുടെ കുറേ മോശം പടങ്ങൾ കണ്ടിട്ട് നിവിൻ പോളിയെ വിമർശിക്കുകയൊക്കെ ചെയ്യുമല്ലോ, അവർക്കൊക്കെയുള്ള ഒരു മറുപടി കൊടുത്തിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നിവിൻ പോളി ഇതിൽ പറയുന്നുണ്ട് ഐ ആം കമ്മിങ് ബാക്ക് എന്ന്. അതിൻ്റെ ഒരു സ്പാർക്ക് ഈ സിനിമയെ കാണാം. ഒരു മികച്ചൊരു റോൾ നിവിൻ പോളി കൊടുത്തിട്ടുണ്ട്. പിന്നെ പറയേണ്ടത് സ്വന്തം അനിയനായ ധ്യാനും ആഴ്ചക്കാഴ്ചയ്ക്ക് സിനിമകൾ ചെയ്യും, ചവറ് പോലെ സിനിമകൾ ചെയ്ത് പൊട്ടിക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത സിനിമകൾ ചെയ്യുന്ന ധ്യാനിന് ആ ധ്യാനിൻ്റെ റോള് നമ്മൾ അത്ഭുതപ്പെടുത്തും. അപ്പോൾ ഇത്രയൊക്കെ അഭിനയിക്കാൻ പറ്റുമല്ലോ, എന്നിട്ടാണ് പുള്ളി ഈ ചവർ പടത്തിൽ അഭിനയിക്കണം നോക്കുന്നത്. ധ്യാൻ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു തിര ധ്യാനിൻ്റെ നല്ലൊരു സിനിമയാണ് ഇത്. ധ്യാനിൻ്റെ എനിക്ക് ഇതുവരെ ചെയ്തതിൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് തോന്നി. എന്ന് പറഞ്ഞാൽ ആ വേണു എന്ന് പറഞ്ഞ കഥാപാത്രം പലയിടത്തും പാളിപ്പോവാം, പക്ഷെ ഒരിടത്ത് പോലും പാളിപ്പോവാതെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്ത് ഒരു കുറച്ച് അതായത് രണ്ടും ഒരുപാട് എടുത്തു വരട്ടെ. നല്ല ഇഷ്ടപ്പെട്ടു. അടിപൊളിയായിരുന്നു, നല്ലൊരു തിരിച്ചറിയായിരുന്നു നിവിൻ പോളിയുടെ. ധ്യാനം നല്ല അഭിനയമായിരുന്നു. ആക്ടിങ് എല്ലാവരുടെയും നല്ലായിരുന്നു. എല്ലാവരും കോമഡി ഉണ്ട്, എല്ലാം നല്ലതായിരുന്നു. ഒരു ഫ്രണ്ട്ഷിപ്പ് റീയൂണിയൻ ഗ്യാങ് എന്നൊക്കെ പറയാം. ബേസിൽ കൊള്ളാം, നല്ല റോളാണ്. അജു വർഗീസിന് നല്ല റോൾ കൊടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് സിനിമാക്കാർക്ക് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും ഈ സിനിമ. കാരണം അവർക്ക് ഭയങ്കര കണക്റ്റിംഗ് കിട്ടും. ഈ സ്വാമീസ് ലോഡ്ജും മദ്രാസിലെ കാലോ അതൊക്കെ നല്ല രീതിയിൽ വിനീത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് ഹാഫ് ഇമോഷണൽ ഫീലിംഗ് ആണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ അതിനനുസരിച്ചിട്ടുള്ള ചിരിമരുന്നും സിനിമയിലുണ്ട്. ചിരിമരുന്നെന്ന് പറഞ്ഞാൽ നിവിൻ പോളിയാണ് അതിൻ്റെ മെയിൻ സ്റ്റാർ സെക്കൻഡ് ഹാഫിൽ. പിന്നെ സിനിമയ്ക്കകത്തുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് സിനിമയ്ക്കകത്തുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഞാൻ പറയാം, നമ്മൾ സിനിമ കണ്ടിറങ്ങുമ്പോൾ നമുക്ക് ഇമോഷണൽ ഫീലിംഗ് കിട്ടും, കുറേ ചിരിക്കും. പിന്നെ ഇവരുടെ ഇൻ്റർവ്യൂ നമ്മൾ യൂട്യൂബിൽ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര കൗണ്ടർ അടിക്കുന്ന ടീംസാണ്. അതേപോലത്തെ കുറേ സാധനം സിനിമയ്ക്കകത്തുണ്ട്. ഭയങ്കര എന്താ പറയുക, ഹെവി നമുക്ക് മനസ്സിലാവാത്ത കഥയൊന്നുമല്ല, വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥ വളരെ മികച്ച രീതിയിൽ എടുത്തിട്ടുണ്ട്. പിന്നെ ബോംബെ ജയശ്രീയുടെ മകൻ അമൃത് പറയണം, നല്ല പാട്ടുകൾ. അതിൽ ജ്ഞാപകമേ എന്ന് പറയുന്ന പാട്ട് സൂപ്പറാണ്. അതാണ് സിനിമയുടെ ആത്മാവ്. നല്ല രീതിയിൽ എല്ലാം വന്നിട്ടുണ്ട്. വിനീത് ശ്രീനിവാസൻ വീണ്ടും പ്രൂവ് ചെയ്തിട്ടുണ്ട് തനിക്ക് സിനിമയുടെ മാജിക് അറിയാം. ആ മാജിക്കിൽ സിനിമാ പ്രേക്ഷകരെ തളച്ചിടാനും പറ്റും. അതുകൊണ്ട് ഉറപ്പായിട്ട് തിയേറ്ററിൽ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു എൻജോയബിൾ മൂവി ആയിരിക്കും. ഭയങ്കര നന്നായിട്ടുണ്ട്. എന്താ വെച്ചാൽ സെക്കൻഡ് ഹാഫ് കണ്ടതിന് ശേഷം ഭയങ്കര ലെവലിൽ എല്ലാവരും ഹാപ്പി ആയിട്ടുള്ള മൂവിയാണ്. ഫസ്റ്റ് ഹാഫ് കുറച്ച് സ്ലോ ഉണ്ട്, കുറച്ച് ആവറേജ് ആണെന്ന് വിചാരിക്കും. ധ്യാൻ്റെയും വിനീതിൻ്റെയും അതുപോലെ തന്നെ പ്രണവ് മോഹൻലാലിൻ്റെയൊക്കെ ആക്ടിംഗ് ഒക്കെ നന്നായിട്ടുണ്ട്. ഒരു സെക്കൻഡ് ഹാഫിൽ ഈ പടം മൊത്തത്തോടെ നിവിൻ പോളി തൂക്കിയൊക്കെയാണ്. നിവിൻ പോളിയുടെ താണ്ഡവാട്ടമാണ്. നിവിൻ പോളിയുടെ തമാശകൾ കാരണം തിയേറ്റർക്ക് കുടികൂടാതിരിക്കുന്ന ഒരു അവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. ഭയങ്കര രസമുള്ള സീക്വൻസ് ആയിരുന്നു. അപ്പോൾ പടം നിവിൻ പോളി തൂക്കിയെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. നിവിൻ പോളിയുടെ ഹ്യൂജ് കംബാക്കാണ്, മനോഹരമായ പടം. എല്ലാവരും എന്തായാലും വന്ന് കാണണം. ആ നിവിൻ പോളിയെ കാണാൻ മാത്രം വന്നാൽ തന്നെ വേർത്താണ്. ടിക്കറ്റ് വസൂലായി എന്ന് പറയേണ്ടി വരും. അപ്പോൾ വളരെ മനോഹര പടം. ബാക്ക്ഗ്രൗണ്ട് സ്കോറും മ്യൂസിക് എല്ലാം നന്നായിട്ടുണ്ട്. വിനീതിൻ്റെ റൈറ്റ് സ്ക്രിപ്റ്റും ചിലയിടത്തൊക്കെ ലാഗ് വന്നെങ്കിൽ പോലും ഓവറോൾ ഇറ്റ് ഈസ് എ നൈസ് വൺ. എന്തായാലും മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റേഴ്സ് ആണ്. ആരും മിസ്സാക്കണ്ട, വന്ന് എന്തായാലും കാണാം. അതാ മേക്കിംഗ് സൂപ്പറാണ്. പിന്നെ വിനീത് ശ്രീനിവാസൻ്റെ നോർമലായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്. മ്യൂസിക് എല്ലാം സൂപ്പറാണ്, എല്ലാം നന്നായിട്ട് വന്നിട്ടുണ്ട്. നിവിൻ പോളിയുടെ ആക്ടിങ് എല്ലാം സൂപ്പറാണ്. നിവിൻ പോളിയുടെ കാര്യം പറയുമ്പോൾ ഒരു കംബാക്ക് പോലെയൊക്കെ പറയാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ. അതൊരു സർപ്രൈസാണ്. ഈ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കോമഡിയൊക്കെ സൂപ്പറാണ്, നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കോമഡിയൊക്കെ അടിപൊളിയാണ്. ക്രിഞ്ചായിട്ട് അങ്ങനെ വലിയ ക്രിഞ്ച് സീൻസ് ഒന്നുമില്ല. നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. കിടിലമാണ്, സൂപ്പറാണ്. നല്ല മൂവിയാണ്. നല്ല പോലെ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. മെയിനായിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. കുറേ ഹൃദയത്തിലൊക്കെ ഉള്ള കുറേ മെമ്പേഴ്സ് ഉണ്ട്. പിന്നെ മെയിനായിട്ട് കോമഡി വർക്കൗട്ടായത് നിവിൻ പോളി വന്നതിന് ശേഷമാണ്.
നല്ല പോലെ വർക്കൗട്ട് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ധ്യാനിൻ്റെ പെർഫോമൻസ് അത് എടുത്തു പറയേണ്ട ഒന്നാണ്. ധ്യാന് നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പുള്ളിയുടെ ഒരു കരിയർ ബെസ്റ്റ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. പിന്നെ പ്രണവ് ഓൾമോസ്റ്റ് നല്ല മൂവിയാണ്, നല്ലൊരു ഫീൽ ഗുഡ് ടൈപ്പ് മൂവിയാണ്. എല്ലാവർക്കും ധ്യാൻ നമ്മൾ ഉദ്ദേശിച്ച ആളല്ല സാർ. ഭയങ്കര ഗംഭീരമായിട്ടുണ്ട്, നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവരും കുറേ ആൾക്കാർ ധ്യാനെ കുറ്റം പറയും, ധ്യാൻ വാരി വലിച്ച് പടങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്, അതാണ് ഇതാണെന്നൊക്കെ. പക്ഷേ ആ മനുഷ്യൻ അത്രയും പടം ചെയ്തതിൻ്റെ ഒരു റിസൾട്ട് അല്ലെങ്കിൽ അത് ചെയ്തതിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ പടത്തിൽ കാണാൻ പറ്റുന്നുണ്ട്. കാരണം പുള്ളിയിൽ പ്ലേ ചെയ്യുന്ന ക്യാരക്ടർ ഒരു 65 to 70 വരുന്ന ക്യാരക്ടേഴ്സാണ്. ഇപ്പോൾ ധ്യാനം നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു യങ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആ ഒരു ക്യാരക്ടർ പോർട്രേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ ഒരുപാടുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ട റോണക് ചേട്ടനോടാണ്. റോണക് ചേട്ടൻ നല്ല വൃത്തിക്ക് മേക്കപ്പ് ചെയ്തിട്ടുണ്ട്, അതൊരു വലിയ അഡ്വാൻറ്റേജ് തന്നെയാണ്. ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പ്യുവർ വിനീതേട്ടൻ സിനിമയാണ്, ഒരു ഇമോഷണലി റോളർ കോസ്റ്ററാണ്. പക്ഷേ സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് മനസ്സിൽ തട്ടുന്ന ഒരുപാട് നല്ല മുഹൂർത്തങ്ങളുണ്ട്. ഒരു ഗംഭീര സിനിമ. എല്ലാവരും പറയുന്നത് നിതിൻ പോളിയുടെ കൗണ്ടർ അയ്യോ പറയാൻ മറന്നുപോയി, നിതിൻ പോളി കെയിം ബാക്ക്. അല്ല നിതിൻ പോളിയില്ല, നിതിൻ മോളി കെയിം ബാക്ക്. ഭയങ്കര ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആയിരുന്നു. പുള്ളി വന്നപ്പോൾ കിട്ടിയൊരു ഓറ, പുള്ളി വരുമ്പോഴത്തേക്ക് തന്നെ നമുക്കൊരു ചിരി ഓട്ടോമാറ്റിക്കലി വരും. ഞാൻ്റെ ഒരു കോംബോ ലവ് ആക്ഷൻ ഡ്രാമയില്ലേ, ആ ഒരു സംഭവം ഇതിനകത്ത് കിട്ടുന്നുണ്ട്. ഭയങ്കര ഗംഭീരമായിട്ടും അടിപൊളി. കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.